നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ PSC ഉദ്യോഗാർത്ഥികൾ ഒരുപാട് കാലമായിട്ട് ഏകദേശം ഒരു 4 മാസത്തോളം വെയിറ്റ് ചെയ്തിരുന്നൊരു ബുക്ക് ലോഞ്ച് ചെയ്യുകയുണ്ടായി. എനിക്കത് ഇന്നലെ വൈകുന്നേരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതാണ് ആ ബുക്ക് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആ ബുക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ SCERT ലക്ഷ്യപുറത്തിറക്കുന്ന SCERTയുടെ മാത്സിൻ്റെ ബുക്കാണ്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്ക് ഇന്നലെ വൈകുന്നേരം തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. ഞാൻ ലക്ഷ്യയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഇതാണ് അതിൻ്റെ ബൈൻഡ് വരുന്നത്. അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ളൊരു ബുക്കാണ്. ഒരു റാങ്ക് ഫയലിൻ്റെ, അവരുടെ തന്നെ ഒരു റാങ്ക് ഫയലിൻ്റെ ഓളിയും ഒരു ഓളിയത്തിൻ്റെയൊക്കെ അത്രയും വലിപ്പമുണ്ട്. 1400 സംതിങ് പേജുകൾ അടുപ്പിച്ചതിനകത്തുണ്ട്. നമുക്ക് നോക്കാം. അതിൻ്റെ ഇൻഡെക്സിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് 799 രൂപയാണ് പ്രൈസ്. ഓൺലൈനിൽ റേറ്റ് കുറവാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇൻഡെക്സിലോട്ട് പോകാം. ഇൻഡെക്സ് ചാപ്റ്റർ വൈസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പാർട്ട് 1 പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 5, 6, 7, 8, 9, 10 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം 1488 പേജുകളാണ്. 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 സംഖ്യാലോകം എന്ന് പറയുന്നതാണ്. ഇത് ഞാൻ ഇടയ്ക്ക് ഈ ഒരു ബുക്ക് വരുന്നതിന് മുമ്പായിട്ട് മാത്സിൻ്റെ SCERTയുടെ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. നിയർലി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുന്നു. ഇപ്പോൾ അതേ ടെക്സ്റ്റ് ബുക്കിൽ അതേ ഓർഡറിൽ തന്നെയാണ് ഇതിലും കാര്യങ്ങൾ വരുന്നത്. ആ ബോക്സുകൾ പോലും അതുപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് തോന്നി. കാര്യം ചില കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഡയറക്റ്റ്ലി അതിൽ നിന്ന് തന്നെ പിക്ക് ചെയ്ത് ചോദിക്കാറുണ്ട്. അതെന്തായാലും ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ്ങുകൾ അതുപോലെ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗുണനം പലവിധം ഗുണിച്ച് നോക്കാതെ ഇതെല്ലാം അതുപോലെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളും അതുപോലെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ നന്നായി, മനക്കണക്കായി ചെയ്യാം. അതുപോലെ അല്ല, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേ ഹെഡിങ്ങുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാറ് സ്ക്രൂട്ടനൈസിങ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെ, ഇത് പുതിയതാണ്. ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ PDF-നകത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് പുതിയതായിട്ട് നമുക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് വിത്ത് എക്സ്പ്ലനേഷൻ തന്നെയാണ് തന്നിട്ടുള്ളത്. സൊല്യൂഷൻ അതെങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് പഠിച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് ചെയ്ത് നോക്കുന്നതിന് വളരെയധികം ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. വൃത്തങ്ങളുടെ ചാപ്റ്റേഴ്സ്, വരകൾ ചേരുമ്പോൾ ഇത് പടങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പടങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ചാപ്റ്റേഴ്സ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ എന്താ പഠിക്കേണ്ടത്. പക്ഷേ കൊള്ളാം. ഇതിനകത്തുള്ള സംഭവങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാര്യം ചില ഇതിൻ്റെയൊക്കെ വശങ്ങൾ തന്നിട്ട് വരകൾ ചേരുമ്പോൾ ചാപ്റ്റർ 2 ഇത് ബഹുഭുജങ്ങൾ, ത്രികോണം, ചതുരം, സമചതുരം, പഞ്ചഭുജം, ഷഡ്ഭുജം അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇതെങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്, എത്ര വശങ്ങളുണ്ട്, അതിനൊക്കെ എന്ത് പേര് പറയും, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പടങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കോണുകൾ. അതിലും അത്യാവശ്യം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടതെന്നുള്ളത് അതുപോലെ ഇതിനകത്ത് അതേ ഹെഡിൽ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിക്ചറുകൾ, അതിൽ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സും ചോദ്യങ്ങളും എല്ലാം അതുപോലെ തന്നെ നല്ല മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ ഒരു സ്കൂൾ പഠന സഹായി ഒക്കെ പോലെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബുക്കാണെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം പരീക്ഷകളിൽ ഇപ്പോൾ മാറി വരുന്ന ട്രെൻഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇപ്പോൾ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ഇതിലുള്ള ചോദ്യങ്ങൾ അതുപോലെ പിക്ചർ സഹിതം അതുപോലെ ചോദിച്ചിട്ട് ആംഗിൾ കണ്ടെത്താനെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ചെയ്ത് പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അത് സഹായകരമാകും. അപ്പോൾ പഠിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ റിവിഷൻ ചെയ്യാൻ അത്യാവശ്യം നല്ല ഈസി ആയിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റുന്നൊരു ബുക്കാണ് തോന്നുന്നത്. 1400 പേജൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത്യാവശ്യം 5, 6, 7 ക്ലാസ്സുകളുടെയൊക്കെ കണക്കുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. വളരെ പെട്ടെന്ന് റിവിഷൻ ചെയ്ത് പോകാൻ പറ്റും. അത്യാവശ്യം നോക്കട്ടെ, എൻ്റെ അടുത്ത് 10th എത്തുമ്പോൾ ഏതാണ് അവസ്ഥ എന്നുള്ളതൊന്ന് നോക്കിക്കോട്ടെ. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 സമാന്തര ശ്രേണികൾ, അതും ടെക്സ്റ്റ് ബുക്കിൽ അതേ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പടങ്ങളെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ടൈം സേവർ എന്നുള്ളൊരു ബോക്സ് കിടപ്പുണ്ട്. ഓക്കെ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും എളുപ്പമുള്ളതാണെന്ന് തോന്നുന്നു. അതെ, എല്ലാം ആവശ്യമുള്ള പരീക്ഷയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, PSC പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ബോക്സാണ് ഈ ടൈം സേവർ. അത് കൊള്ളാം, അത് ഉൾപ്പെടുത്തിയ വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ ഓരോ ശ്രേണികളെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ നോക്കി അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അതൊക്കെ സോൾവ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത് മനസ്സിലായി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം ഉപകാരപ്പെടുന്നൊരു ബുക്കാണെന്ന് തോന്നുന്നു. എന്തായാലും റിവിഷൻ ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ഈ ബുക്ക്. ഏകദേശമുള്ള എല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ള ഏകദേശമുള്ള എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട്. എല്ലാം അതേ ഹെഡിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതെന്തായാലും നന്നായി. എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ തന്നെ നമുക്ക് ആ സംഭവം പോർഷൻ നോക്കി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസേഴ്സും ചെയ്യാൻ പറ്റും. ഒരു റിവിഷൻ ബുക്ക് പോലെ യൂസ് ചെയ്യാൻ അത്യാവശ്യം വളരെയധികം സഹായിക്കുന്നൊരു ബുക്കാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ബാക്കി ഡീറ്റെയിൽസ് അറിയാം. അത്യാവശ്യം എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തും സ്ക്രൂട്ടനൈസിങ് സീരീസ് തന്നിട്ടുണ്ട്. നമുക്ക് മാതൃകാപരമായ ചോദ്യങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാനും അതിൻ്റെ സൊല്യൂഷൻ ഉൾപ്പെടെ ഉണ്ട് അതിനകത്തും. അതും വളരെയധികം നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ആ പിക്ചേഴ്സ് എല്ലാം കൃത്യമായിട്ടുണ്ടല്ലോ. അത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പടങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും എല്ലാം കൃത്യമായി തന്നെ തന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും PSC പഠിക്കുന്നവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ബുക്കായിട്ട് എന്തായാലും ഇത് മാറുമെന്ന് തോന്നുന്നുണ്ട്. ഒരു അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡാണ് ബുക്ക്. വെറുതെ ഇരുന്ന് ചെയ്തു നോക്കുന്നവർക്കും 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ അത്രയും ചോദ്യങ്ങളും അതുപോലെ തന്നെ മാതൃകാപരമായ കുറച്ച് ചോദ്യങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് വലിയൊരു മുതൽക്കൂട്ടാവും. എന്തായാലും പരീക്ഷയ്ക്ക് പഠിക്കുന്നവരെന്തായാലും മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു ബുക്കാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ടൈം സേവേഴ്സ് ഇതിനകത്തും ഉണ്ട്. എന്തായാലും കൊള്ളാം, അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, ഞാൻ ഇനി വർക്കൗട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങണം. അപ്പോൾ ആ സമയത്ത് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്കൊരു റിവ്യൂ പോലെ അടുത്തിനി ഉടനെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പുതിയ പുറത്തിറക്കിയ പുതിയ മാത്സിൻ്റെ ബുക്ക്. ഇതിൻ്റെ ബൾക്ക്നെസ്സിനെ പറ്റി ആലോചിച്ചപ്പോൾ എങ്ങനെ തീർക്കും എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തീർക്കാൻ വളരെ ഈസി ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. കാര്യം അത്യാവശ്യം എല്ലാം തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റിവിഷനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമുക്കൊരു 1-2 ദിവസം കൊണ്ട് തന്നെ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും ഒക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം മനസ്സിലാക്കാനുള്ള കുറച്ച് ടോപ്പിക്സുകൾ മാത്രമേ ബുദ്ധിമുട്ട് വരുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു ഹെൽപ്ഫുള്ളായിട്ട് മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ബാക്കി ഇനി ഒരു റിവ്യൂ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. എനിവേ താങ്ക് യു.